ഹായ് ഹലോ വെൽക്കം ടു ദി ചാനൽ. അറിയപ്പെടാത്തതിനെ അറിയാം. കുട്ടി ഫാക്സിലേക്ക് സ്വാഗതം. ഇന്ത്യ എന്ന രാജ്യം വളരെയധികം ഡെവലപ്ഡും സേഫുമാണ് എന്നു പറഞ്ഞാലും പ്രതിദിനം വളരെയധികം പേടിപ്പെടുത്തുന്ന കുറ്റകൃത്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിൽ അധികവും പീഡനങ്ങളും കിഡ്നാപ്പുകളുമാണ്. അങ്ങനെ ഇന്ത്യയിൽ നടന്ന വളരെയധികം കോൺട്രവേഴ്സ്യലായ 8 ക്രിമിനൽ കേസുകളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ദ നിർഭയ ഗാങ് റേപ്പ്. 2012 ഡിസംബറിൽ ഇന്ത്യയിലെ ഡൽഹിയിൽ നടന്ന നിർഭയ കൂട്ട ബലാത്സംഗ കേസ് രാജ്യത്തെ നടുക്കിയതും വ്യാപകമായ രോക്ഷത്തിനും പ്രതിഷേധത്തിനും ഇടയാക്കിയ ഒരു ഹൊറിഫിക് സംഭവമായിരുന്നു ഇത്. ഐഡന്റിറ്റി സംരക്ഷിക്കാൻ മാധ്യമങ്ങൾ നിർഭയ എന്ന് വിളിക്കുന്ന ഇര 23 വയസ്സുള്ള ഒരു ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിയായിരുന്നു. 2012 ഡിസംബർ 16 രാത്രി നിർഭയയും ഒരു ആൺ സുഹൃത്തും ഒരു സിനിമ കണ്ട് സൗത്ത് ഡൽഹിയിലെ മുനീർഖയിലെ സ്വകാര്യ ബസ്സിൽ കയറി. ഡ്രൈവർ ഉൾപ്പെടെ 6 പേർ അനധികൃതമായി നഗരം ചുറ്റിയാണ് ബസ് ഓടിച്ചിരുന്നത്. 6 പേർ ചേർന്ന് നിർഭയയെയും സുഹൃത്തിനെയും ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്തു. നിർഭയയുടെ സുഹൃത്തിന് ക്രൂരമായി മർദ്ദനമേറ്റു. പിന്നീട് രാം സിംഗ്, മുകേഷ് സിംഗ്, വിനയ് ശർമ്മ, പവൻ ഗുപ്ത, അക്ഷയ് താക്കൂർ, പ്രായപൂർത്തിയാകാത്ത ഒരാൾ എന്നിവരും നിർഭയയുടെ ശരീരത്തിൽ അയൺ റോഡ് കയറ്റി. ആക്രമണത്തിന് ശേഷം നിർഭയയെയും സുഹൃത്തിനെയും ബസ്സിൽ നിന്നും നഗ്നരും അബോധാവസ്ഥയിലുമായി റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. വഴിയാത്രക്കാർ ഇവരെ കണ്ടെത്തി പോലീസിൽ വിവരമറിയിക്കുകയും അവർ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. നിർഭയയുടെ പരിക്കുകൾ ചികിത്സിക്കാൻ 1-ലധികം ശസ്ത്രക്രിയകൾക്ക് വിധേയയായെങ്കിലും അവളുടെ നില വഷളായിക്കൊണ്ടേയിരുന്നു. തുടർ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 2012 ഡിസംബർ 29 അവൾ മരണത്തിന് കീഴടങ്ങി. ഈ സംഭവം ഇന്ത്യയിലുടനീളം രോക്ഷത്തിനും പ്രതിഷേധത്തിനും കാരണമായി. നിർഭയയ്ക്ക് നീതി ലഭിക്കണമെന്നും സ്ത്രീകൾക്കെതിരായ ഇത്തരം അതിക്രമങ്ങൾ തടയാൻ കർശനമായ നിയമങ്ങൾ വേണമെന്നും ആളുകൾ ആവശ്യപ്പെട്ടു തുടങ്ങി. ബലാത്സംഗം, കൊലപാതകം, കവർച്ച എന്നിവയുൾപ്പെടെ വിവിധ കുറ്റങ്ങൾ ചുമത്തി ഒടുവിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും കുറ്റവാളികളെ പിടികൂടാൻ പോലീസ് വൻ തിരച്ചിൽ നടത്തുകയും ചെയ്തു. കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട പ്രായപൂർത്തിയാകാത്ത ആളെ ജുവനൈൽ ജസ്റ്റിസ് കോടതിയിൽ പ്രത്യേക വിചാരണ ചെയ്യുകയും പരിഷ്കരണ സൗകര്യങ്ങളിൽ 3 വർഷം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. അക്കാലത്തെ ഇന്ത്യൻ നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്തവർക്ക് അനുവദനീയമായ പരമാവധി ശിക്ഷ അതായിരുന്നു. പ്രായപൂർത്തിയായ കുറ്റവാളികളുടെ വിചാരണ 2013 തുടക്കത്തിൽ ഡൽഹിയിലെ അതിവേഗ കോടതിയിൽ ആരംഭിച്ചു. വിചാരണ വേളയിൽ DNA സാമ്പിളുകളും പ്രധാന ദൃക്സാക്ഷിയായ നിർഭയയുടെ സുഹൃത്തിന്റെ മൊഴികളും ഉൾപ്പെടെ ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കി. 2013 സെപ്റ്റംബറിൽ പ്രായപൂർത്തിയായ 4 കുറ്റവാളികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. അവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. 2017 മെയ് മാസത്തിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി വധശിക്ഷ ശരിവെച്ചു. 2020 ജനുവരിയിൽ ഇന്ത്യൻ രാഷ്ട്രപതി കുറ്റവാളികളുടെ ദയാഹർജി നിരസിച്ചു. ഒടുവിൽ 2020 മാർച്ച് 20 പ്രായപൂർത്തിയായ 4 കുറ്റവാളികളെയും ഡൽഹിയിലെ തീഹാർ ജയിലിൽ തൂക്കിലേറ്റി. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരവും ഉയർന്നതുമായ ലൈംഗികാതിക്രമ കേസുകളിൽ ഒന്ന് അങ്ങനെ അവസാനിച്ചു. ജെസിക്ക ലാൽ മർഡർ കേസ് 1999. 1999 ഇന്ത്യയിൽ അരങ്ങേറിയ ജെസിക്ക ലാൽ വധക്കേസ് വളരെയധികം ശ്രദ്ധയും ചർച്ചയും ആകർഷിച്ച ഒരു ഉയർന്ന ക്രിമിനൽ വിചാരണയായിരുന്നു. മോഡലും ബാർടെൻഡറുമായ ജെസിക്ക ലാൽ 1999 ഏപ്രിൽ 29 ഡൽഹിയിലെ ടാമറിൻഡ് കോർട്ട് റെസ്റ്റോറൻറ്റിൽ ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ജോലി ചെയ്യുന്നതിനിടെ വെടിയേറ്റു മരിച്ചു. ഒരു പ്രമുഖ രാഷ്ട്രീയക്കാരൻ്റെ മകനായ മനു ശർമ്മയാണ് കേസിലെ പ്രധാന പ്രതി. ക്ലോസിംഗ് ടൈം കഴിഞ്ഞപ്പോൾ മദ്യപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ജെസിക്ക നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് മനു അക്രമാസക്തനായത്. ജെസിക്ക ലാൽ മദ്യം നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് മനു ശർമ്മ അവൾക്ക് നേരെ വെടിയുതിർക്കുകയും നിരവധി സാക്ഷികളുടെ മുന്നിൽ വെച്ച് അവളുടെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. നിരവധി ദൃക്സാക്ഷികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും ഭയമോ സ്വാധീനമോ കാരണം പലരും മനു ശർമ്മയ്ക്കെതിരെ സാക്ഷി പറയാൻ വിസമ്മതിച്ചു. നീതി തടസ്സപ്പെടുന്നതിൽ ശക്തരായ വ്യക്തികളുടെ സ്വാധീനത്തെക്കുറിച്ച് വ്യാപകമായ മാധ്യമ ശ്രദ്ധയും പൊതുജന രോക്ഷവും ഈ കേസ് നേടി. സംഭവസ്ഥലത്തുണ്ടായിരുന്ന മറ്റു കൂട്ടാളികൾക്കൊപ്പം മനു ശർമ്മയെ അറസ്റ്റ് ചെയ്യുകയും കൊലക്കുറ്റം ചുമത്തുകയും ചെയ്തു. മനു ശർമ്മയുടെയും കൂട്ടുപ്രതിയുടെയും വിചാരണ ഡൽഹിയിലെ ഒരു കീഴ്ക്കോടതിയിൽ ആരംഭിച്ചു. വർഷങ്ങളോളം നീണ്ടുനിന്നു. നീണ്ട നിയമ പോരാട്ടത്തിനു ശേഷം 2006 ഫെബ്രുവരിയിൽ മനു ശർമ്മയെ കൊലപാതക കുറ്റം ചുമത്തി വിചാരണ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. തെളിവുകളുടെ അഭാവവും സാക്ഷിമൊഴികളിലെ പൊരുത്തക്കേടുകളും ചൂണ്ടിക്കാട്ടി 2010 ഏപ്രിലിൽ ഡൽഹി ഹൈക്കോടതി മനു ശർമ്മയെ കുറ്റവിമുക്തനാക്കി.
ജസീക ലാലിന്റെ കുടുംബവും അനുയായികളും നീതിക്കായി വാദിക്കുന്നത് തുടരുകയും കേസ് പുനർപരിശോധിക്കണമെന്ന് സുപ്രീം കോടതിയിൽ അഭ്യർത്ഥിക്കുകയും ചെയ്തു. തൽവാർസ് ട്വിൻ മർഡർ കേസ്. 2008 നോയിഡ ഡബിൾ മർഡർ കേസ് എന്നറിയപ്പെടുന്ന തൽവാർ ട്വിൻ മർഡർ കേസ് 2008 മെയ് 15-16 തീയതികളിൽ ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് നടന്നത്. 14-കാരിയായ ആരുഷി തൽവാറിനെ കിടപ്പ് മുറിയിൽ കഴുത്തറത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. കുടുംബത്തിലെ വീട്ടുജോലിക്കാരനായ ഹെംരാജ് ബാജ്ഡെയാണ് കൊലപാതകത്തിൽ ആദ്യം സംശയിച്ചത്. എന്നിരുന്നാലും പിറ്റേന്ന് തൽവാർമാരുടെ വസതിയുടെ ടെറസിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തി. ഇത് ദുരൂഹത വർദ്ധിപ്പിച്ചു. ഈ കേസ് വളരെയധികം മാധ്യമ ശ്രദ്ധ നേടുകയും അതിന്റെ ആശയക്കുഴപ്പമുണ്ടാക്കാവുന്ന സാഹചര്യങ്ങളും അന്വേഷണത്തിലെ വിവിധ പൊരുത്തക്കേടുകളും കാരണം പൊതുജന താൽപര്യത്തിന് കാരണമാവുകയും ചെയ്തു. തെളിവുകളുടെ മാനിപ്പുലേഷനും നടപടിക്രമങ്ങളിലെ ക്രമക്കേടുകളും ഉൾപ്പെടെയുള്ള വീഴ്ചകളാൽ അന്വേഷണം തടസ്സപ്പെട്ടു. ആരുഷിയുടെ മാതാപിതാക്കളായ രാജേഷ്, നുപുർ തൽവാർ എന്നിവരായിരുന്നു കേസിലെ പ്രധാന പ്രതികൾ. സാഹചര്യ തെളിവുകളുടെയും അവരുടെ പ്രസ്താവനകളിലെ പൊരുത്തക്കേടുകളുടെയും അടിസ്ഥാനത്തിലാണ് അവരെ അറസ്റ്റ് ചെയ്തത്. 2010 സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇവർക്കെതിരെ കൊലപാതകം, തെളിവുകൾ നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി. 2013 ഇവർ വിചാരണ കോടതിയിൽ ശിക്ഷിക്കപ്പെടുകയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. എന്നിരുന്നാലും സാഹചര്യ തെളിവുകളെ ആശ്രയിക്കുന്നതിനും കൊലപാതകങ്ങളുമായി തൽവാറുകളെ ബന്ധിപ്പിക്കുന്നതിനും നിർണായകമായ തെളിവുകളുടെ അഭാവത്തിനും വിധി വിമർശനങ്ങൾ നേരിട്ടു. പലരും അന്വേഷണത്തിന്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുകയും നീതി ലംഘിക്കപ്പെടുന്നുവെന്ന് ആരോപിക്കുകയും ചെയ്തതോടെ കേസ് വിവാദങ്ങളാൽ നിറഞ്ഞു. വ്യക്തമായ തെളിവുകളില്ല എന്നതും തെറ്റായ അന്വേഷണ നടപടിക്രമങ്ങളും ചൂണ്ടിക്കാട്ടി 2017 അലഹബാദ് ഹൈക്കോർട്ടിൽ തൽവാർ ദമ്പതികളുടെ ശിക്ഷ റദ്ദാക്കി. തങ്ങൾക്കെതിരെ വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലെന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് കോടതി വിധി ദമ്പതികളെ കുറ്റവിമുക്തരാക്കി. ഈ വിധി കേസ് കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയെ പുനർജീവിപ്പിക്കുകയും ഉന്നത ക്രിമിനൽ നടപടികളിൽ ജുഡീഷ്യൽ പരിശോധനയുടെ ആവശ്യകത എടുത്തു കാണിക്കുകയും ചെയ്തു. വർഷങ്ങളുടെ അന്വേഷണവും നിയമ നടപടികളും ഉണ്ടായിരുന്നിട്ടും തൽവാറിന്റെ ഇരട്ട കൊലപാതക കേസ് പരിഹരിക്കപ്പെടാതെ തുടരുന്നു. ഇത് വേട്ടയാടുന്ന ഒരു രഹസ്യം അവശേഷിപ്പിക്കുകയും ഇന്ത്യൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ എഫിഷ്യൻസിയെയും ന്യായബോധത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു. ഷീന ബോറ മർഡർ കേസ് 2015 രാജ്യത്തെ ആകർഷിച്ച ഹൈ പ്രൊഫൈൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനാണ്. 2012 ഏപ്രിലിൽ 24-കാരിയായ ഷീന ബോറയെ കാണാതെയായി. ഷീനയുടെ തിരോധാനം തുടക്കത്തിൽ വേണ്ടത്ര ശ്രദ്ധ നേടിയില്ല. പ്രമുഖ മീഡിയ എക്സിക്യൂട്ടീവായ ഇന്ദ്രാണി മുഖർജിയുടെയും അവരുടെ മുൻ ഭർത്താവ് സിദ്ധാർത്ഥ ദാസിന്റെയും മകളായിരുന്നു ഷീന ബോറ. 2015 ഓഗസ്റ്റിൽ ഷീന ബോറയുടെ തിരോധാനത്തെക്കുറിച്ച് മുംബൈ പോലീസിന് ഒരു രഹസ്യ വിവരം ലഭിച്ചു. ഇത് മുംബൈക്കടുത്തുള്ള ഒരു വനത്തിൽ അവളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. ഷീനയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് അവളുടെ അമ്മ ഇന്ദ്രാണി മുഖർജിയുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും മേൽ സംശയം ഉയർന്നതോടെ അവളുടെ കൊലപാതകത്തെക്കുറിച്ച് വലിയ അന്വേഷണം ആരംഭിച്ചു. ഇന്ത്യൻ മീഡിയ ഇൻഡസ്ട്രിയിലെ അറിയപ്പെടുന്ന വ്യക്തിയായ ഇന്ദ്രാണി മുഖർജിയുടെ പങ്കാളിത്തം മൂലം ഈ കേസ് വ്യാപകമായ മാധ്യമ ശ്രദ്ധ നേടി. 2012 ഏപ്രിലിൽ ഷീന ബോറയെ കൊലപ്പെടുത്തിയതായും മൃതദേഹം കാട്ടിൽ ഉപേക്ഷിച്ചതായും അന്വേഷണത്തിൽ വെളിപ്പെട്ടു. കുടുംബ തർക്കങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, വ്യക്തിപരമായ ഇടപാടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ് ഷീന ബോറയുടെ കൊലപാതകത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. ഷീന ബോറയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ദ്രാണി മുഖർജി, രണ്ടാം ഭർത്താവ് പീറ്റർ മുഖർജി, മുൻ ഡ്രൈവർ ശ്യാംവർ റായ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, അധികാരികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എന്നിവയുൾപ്പെടെ വഞ്ചനയുടെ സങ്കീർണമായ ഒരു വലയാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഷീന ബോറയുടെ കൊലപാതകം ആസൂത്രണം ചെയ്തതിന്, ഷീന എവിടെയാണെന്ന് അവളുടെ കുടുംബത്തെയും അധികാരികളെയും തെറ്റിദ്ധരിപ്പിച്ചതിനും ഇന്ദ്രാണി മുഖർജിക്കെതിരെ കുറ്റം ചുമത്തി. ഒരു പ്രോമിനന്റ് ടെലിവിഷൻ നെറ്റ്വർക്കിന്റെ മുൻ CEO ആയിരുന്ന പീറ്റർ മുഖർജിയും ഷീനയുടെ കൊലപാതകം മറച്ചുവെക്കാനുള്ള ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഷീന ബോറയുടെ മൃതദേഹം സംസ്കരിച്ചതിൽ തനിക്ക് പങ്കുണ്ടെന്ന് മുഖർജിയുടെ മുൻ ഡ്രൈവറായ ശ്യാംവർ റായ് സമ്മതിക്കുകയും പ്രോസിക്യൂഷൻ പ്രധാന സാക്ഷിയാക്കുകയും ചെയ്തു. പ്രതികളുടെ വിചാരണ മുംബൈ കോടതിയിൽ ആരംഭിച്ച് നിരവധി വർഷങ്ങൾ നീണ്ടുനിന്നു. പ്രോസിക്യൂഷൻ പ്രതികൾക്കെതിരായ വിശദമായ കേസ് അവതരിപ്പിച്ചു. മുഖർജി കുടുംബത്തിനുള്ളിലെ കോംപ്ലക്സ് റിലേഷൻഷിപ്സിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടെ നാടകീയമായ വഴിത്തിരിവുകളാൽ വിചാരണ നടപടികൾ അടയാളപ്പെടുത്തി. 2018 ഡിസംബറിൽ ഷീന ബോറയുടെ കൊലപാതകത്തിൽ ഇന്ദ്രാണി മുഖർജി, പീറ്റർ മുഖർജി, ശ്യാംവർ റായ് എന്നിവരെ മുംബൈ കോടതി ശിക്ഷിച്ചു. ഇന്ദ്രാണി മുഖർജിയെ ജീവപര്യന്തം തടവിനും പീറ്റർ മുഖർജിയെ കൊലപാതക കുറ്റം ചുമത്തി കുറ്റവിമുക്തനാക്കിയെങ്കിലും ഗൂഢാലോചനയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ജയിൽ ശിക്ഷ വിധിക്കുകയും ചെയ്തു. ഡെത്ത് ഓഫ് സുനന്ദ പുഷ്കർ. ഇന്ത്യൻ രാഷ്ട്രീയക്കാരനായ ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കറിന്റെ മരണം 2014 ദുരൂഹ സാഹചര്യങ്ങളിൽ സംഭവിച്ചു. 2014 ജനുവരി 17 ന്യൂഡൽഹിയിലെ ലീല പാലസ് ഹോട്ടലിലെ ഒരു ഹോട്ടൽ മുറിയിൽ സുനന്ദ പുഷ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തരാറും ഭർത്താവ് ശശി തരൂരും തമ്മിൽ ബന്ധമുണ്ടെന്ന് ആരോപിച്ച്
പാകിസ്ഥാൻ പത്രപ്രവർത്തക മെഹ്റ തരാറുമായി ട്വിറ്ററിൽ പരസ്യമായി വഴക്കിട്ടതിന് തൊട്ടു പിന്നാലെയാണ് സുനന്ദ പുഷ്കറിന്റെ മരണം. സുനന്ദ പുഷ്കറിന്റെ മരണകാരണം അസ്വാഭാവികവും പെട്ടെന്നുള്ളതുമായിട്ടാണ് തുടക്കത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇത് സാഹചര്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഊഹാപോഹങ്ങൾക്കും സംശയങ്ങൾക്കും കാരണമായി. സുനന്ദ പുഷ്കറിന്റെ മരണത്തിൽ ഡൽഹി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇത് ഒരു കൊലപാതക കേസായി കണക്കാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സുനന്ദ പുഷ്കറിന്റെ മരണം വിഷം മൂലമാണെന്ന് വെളിപ്പെടുത്തി. ആന്റി ആങ്സൈറ്റി ഡ്രഗിന്റെ അടയാളങ്ങൾ കണ്ടെത്തി. സുനന്ദ പുഷ്കറിന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം കാലതാമസം, വിവാദങ്ങൾ, രാഷ്ട്രീയ ഇടപെടൽ ആരോപണങ്ങൾ എന്നിവയാൽ തടസ്സപ്പെട്ടു. സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് ശശി തരൂരിനെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും ഇതിൽ പങ്കില്ലെന്ന് പറയുകയും നിരപരാധിത്വം നിലനിർത്തുകയും ചെയ്തു. സുനന്ദ പുഷ്കറിന്റെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ തെളിവുകളും പരസ്പര വിരുദ്ധമായ തിയറീസും ഉയർന്നു വന്നതോടെ കേസ് നിരവധി വഴിത്തിരിവുകൾ സൃഷ്ടിച്ചു. സുനന്ദ പുഷ്കറിന്റെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചുവെന്ന് ആരോപിച്ച് 2015 ഡൽഹി പോലീസ് ശശി തരൂരിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ആരോപണങ്ങൾ ശക്തമായി നിഷേധിച്ച ശശി തരൂർ സുനന്ദ പുഷ്കറിന്റെ മരണം സ്വാഭാവിക കാരണങ്ങളാലോ ആത്മഹത്യയോ ആണെന്ന് അവകാശപ്പെട്ടു. മന്ദഗതിയിലുള്ള പുരോഗതിക്കും നിർണായകമായ തെളിവുകളുടെ അഭാവത്തിനും അധികാരികൾ വിമർശനം നേരിട്ടു. ഈ കേസ് വർഷങ്ങളോളം അന്വേഷണത്തിലായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഒഴിവാക്കാൻ അനുവദിച്ചുകൊണ്ട് 2019 ഡൽഹി കോടതി ശശി തരൂരിന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് മെഡിക്കൽ റിപ്പോർട്ടുകൾ സൂക്ഷ്മ പരിശോധനയ്ക്കും വിമർശനത്തിനും വിധേയമായി. മരണകാരണം സംബന്ധിച്ച് വിദഗ്ധർ സംശയമുന്നയിച്ചു. 2020 ഡൽഹിയിൽ പോലീസ് നിയോഗിച്ച മെഡിക്കൽ ബോർഡ് സുനന്ദ പുഷ്കറിന്റെ മരണം വിഷം കഴിച്ചാണ് സംഭവിച്ചതെന്ന് നിഗമനം ചെയ്തപ്പോൾ കേസ് വീണ്ടും ശ്രദ്ധ നേടി. നിലവിൽ സുനന്ദ പുഷ്കറിന്റെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള സാഹചര്യങ്ങൾ ദുരൂഹമായി തുടരുന്നു. 2014 ആ നിർഭാഗ്യകരമായ ദിവസം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ച് ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളും നീണ്ടു നിൽക്കുന്നു, സംശയങ്ങളും അവശേഷിക്കുന്നു. നീരജ് ഗ്രോവർ മർഡർ. 2008 നടന്ന നീരജ് ഗ്രോവർ വധക്കേസ്. ടെലിവിഷൻ എക്സിക്യൂട്ടീവായ നീരജ് ഗ്രോവർ 2008 മെയ് 7 ഇന്ത്യയിലെ മുംബൈയിൽ കൊല്ലപ്പെട്ടു. മരണസമയത്ത് ടെലിവിഷൻ നിർമ്മാണ കമ്പനിയായ സിനർജി ആഡ് ലാബ്സിൽ ജോലി ചെയ്യുകയായിരുന്നു ഗ്രോവർ. നേവൽ ഓഫീസറായ എമിൽ ജെറോം മാത്യു, സിനർജി ആഡ് ലാബ്സിന്റെ മുൻ ജീവനക്കാരിയും നടിയുമായ മറിയ സുസൈരാജ് എന്നിവരായിരുന്നു കേസിലെ പ്രധാന പ്രതികൾ. നീരജ് ഗ്രോവറും മറിയയും പ്രണയത്തിലായിരുന്നുവെന്നും അത് കൊലപാതകത്തിന് മുമ്പ് അവസാനിച്ചുവെന്നും റിപ്പോർട്ടുണ്ട്. കൊലപാതകം നടന്ന രാത്രിയിൽ എമിൽ ജെറോം മാത്യു മറിയയുടെ അപ്പാർട്ട്മെന്റ് സന്ദർശിച്ചു. അവിടെ അദ്ദേഹം നീരജ് ഗ്രോവറും തമ്മിൽ വാക്കേറ്റമുണ്ടായി. എമിൽ ജെറോം മാത്യു നീരജ് ഗ്രോവറിനെ ഒന്നിലധികം തവണ കുത്തുകയും അത് മരണത്തിൽ കലാശിക്കുകയും ചെയ്തു. കൊലപാതകത്തിന് ശേഷം എമിൽ ജെറോം മാത്യുവും മറിയയും ചേർന്ന് നീരജ് ഗ്രോവറിന്റെ മൃതദേഹം മുറിച്ചുമാറ്റി മുംബൈയുടെ ഔട്ട്സ്കേർട്സിൽ സംസ്കരിച്ചു. നീരജ് ഗ്രോവറിന്റെ മൃതദേഹം ഭാഗികമായി കത്തിയ നിലയിൽ വിദൂര പ്രദേശത്ത് കണ്ടെത്തിയതോടെയാണ് കൊലപാതകം വെളിച്ചത്ത് വന്നത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് എമിൽ ജെറോം മാത്യു, മറിയ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തിനിടയിൽ മറിയ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് സമ്മതിക്കുകയും നീരജ് ഗ്രോവറിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകുകയും ചെയ്തു. എന്നാൽ ഒരു ഏറ്റുമുട്ടലിന്റെ സ്വയം പ്രതിരോധത്തിനായി താൻ അബദ്ധത്തിൽ നീരജ് ഗ്രോവറിനെ കൊന്നതായി എമിൽ ജെറോം മാത്യു അവകാശപ്പെട്ടു. സംഭവബഹുലമായ സ്വഭാവവും വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള വ്യക്തികളുടെ പങ്കാളിത്തവും കാരണം ഈ കേസ് വളരെയധികം മാധ്യമ ശ്രദ്ധയും പൊതു താൽപര്യവും നേടി. എമിൽ ജെറോം മാത്യുവിന്റെയും മറിയയുടെയും വിചാരണ മുംബൈ കോടതിയിൽ ആരംഭിച്ചു. 2 പ്രതികൾക്കുമെതിരെ കൊലപാതകം, തെളിവുകൾ നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി. 2011 എമിൽ ജെറോം മാത്യുവിനെ കുറിച്ച് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് ശിക്ഷിക്കുകയും 10 വർഷം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. മറിയയെ കൊലപാതക കുറ്റം ചുമത്തി കുറ്റവിമുക്തയാക്കിയെങ്കിലും തെളിവുകൾ നശിപ്പിച്ചതിന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും 3 വർഷം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ദ ശിവാനി ഭട്നഗർ കേസ്. 1999 പുറത്തുവന്ന ഇന്ത്യയിലെ ശ്രദ്ധേയമായ ഒരു ക്രിമിനൽ കേസാണ് ശിവാനി ഭട്നഗർ കേസ്. ഡൽഹിയിലെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ജോലി ചെയ്തിരുന്ന പത്രപ്രവർത്തകയായിരുന്നു ശിവാനി ഭട്നഗർ. 1999 ജനുവരി 23 ശിവാനി കിഴക്കൻ ഡൽഹിയിലെ അവരുടെ അപ്പാർട്ട്മെന്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. അവളെ ഒന്നിലധികം തവണ കുത്തുകയും അവളുടെ മൃതദേഹം അവളുടെ വീട്ടുജോലിക്കാരൻ കണ്ടെത്തുകയും ചെയ്തു. അവരുടെ കൊലപാതകം പത്രപ്രവർത്തക സമൂഹത്തെ ഞെട്ടിക്കുകയും വ്യാപകമായ മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്തു. ഡൽഹി പോലീസ് ശിവാനിയുടെ കൊലപാതകത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഇത് ഒരു കൊലപാതക കേസായി കണക്കാക്കി. അന്വേഷണത്തിനിടയിൽ മുതിർന്ന ഇന്ത്യൻ പോലീസ് സർവീസ് ഉദ്യോഗസ്ഥനായ രവികാന്ത് ശർമ്മയ്ക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയമുയർന്നു. ശിവാനി ഭട്നഗറുമായി രവികാന്ത് ശർമ്മയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടായിരുന്നു. രവികാന്ത് ശർമ്മ ഉൾപ്പെട്ട അഴിമതി തുറന്നുകാട്ടുമെന്ന് ശിവാനി ഭീഷണിപ്പെടുത്തിയതായി അനുമാനിക്കപ്പെട്ടു. ശിവാനി ഭട്നഗറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് രവികാന്ത് ശർമ്മയെയും മറ്റ് നിരവധി പേരെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ പങ്കാളിത്തവും
കുറ്റകൃത്യത്തിന്റെ സംവേദനാത്മക സ്വഭാവവും കണക്കിലെടുത്ത് ഈ കേസ് ഗണ്യമായ മാധ്യമ ശ്രദ്ധയും പൊതുതാൽപര്യവും ആകർഷിച്ചു. പ്രതികളുടെ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ തെളിവുകളും സാക്ഷികളും ഹാജരാക്കി. ഡൽഹി കോടതിയിൽ വിചാരണ ആരംഭിച്ചു. വിചാരണ വേളയിൽ രവികാന്ത് ശർമ്മയും മറ്റു പ്രതികളും ശിവാനി ഭട്നഗറിന്റെ കൊലപാതകത്തിൽ തങ്ങൾക്ക് പങ്കുണ്ടെന്ന് നിഷേധിച്ചു. പ്രതികൾക്കെതിരായ തെളിവുകൾ സാഹചര്യങ്ങൾക്കനുസൃതവും ന്യായമായ സംശയത്തിന് അതീതമായ അവരുടെ കുറ്റം തെളിയിക്കാൻ അപര്യാപ്തവുമാണെന്ന് പ്രതിഭാഗം വാദിച്ചു. വിചാരണ നടപടികൾ, കാലതാമസം, നിയമപരമായ വെല്ലുവിളികൾ, മാധ്യമങ്ങളിൽ നിന്നുള്ള തീവ്രമായ സൂക്ഷ്മ പരിശോധന എന്നിവയാൽ അടയാളപ്പെടുത്തിയിരുന്നു. കൊലപാതകവുമായി ബന്ധപ്പെട്ട വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിൽ 2008 ഡൽഹി ഹൈക്കോടതി രവികാന്ത് ശർമ്മയെയും മറ്റു പ്രതികളെയും കുറ്റവിമുക്തരാക്കി. കുറ്റവിമുക്തനാക്കൽ വിവാദത്തിനും ചർച്ചകൾക്കും കാരണമായി പലരും അന്വേഷണത്തിന്റെയും ജുഡീഷ്യൽ പ്രക്രിയയുടെയും സമഗ്രതയെ ചോദ്യം ചെയ്തു. കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടും ശിവാനി ഭട്നഗർ കേസ് പരിഹരിക്കപ്പെടാതെ തുടരുന്നു. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനുകൾക്ക് വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.